വേറെ വിഷയങ്ങൾ അച്ചടക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് നടക്കാതെ വന്നപ്പോ ഒരു പുറത്തൊരു സ്ഥലം കണ്ടെത്തിയതാവും. ഇന്നേ വരെ ഒരു പ്രശ്നത്തിലും ഉൾപ്പെട്ടിട്ടുള്ള കുട്ടിയല്ല. അവരുടെ ഇടയിലുള്ള എന്തോ തർക്കമാണ്. അപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി. മുൻപരിചയത്തിലൊന്നുമുള്ള സാധ്യതയില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മൾ. നഗരൂർ കൊടുവഴന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ വീഡിയോയാണ് വലിയ രീതിയിൽ പ്രചരിച്ചത്. ഇതിൽ ഈ മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എന്തായിരുന്നു ശരിക്കും സംഭവം? ശരിക്കും സംഭവം സ്കൂളിന് പുറത്ത് സ്കൂൾ സമയം കഴിഞ്ഞതിന് ശേഷം നടന്നതാണ്. അപ്പോൾ അത് കുട്ടികൾ തമ്മിലുള്ള ഇൻസ്റ്റാ ഗ്രൂപ്പ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ഇടയിലുള്ള എന്തോ തർക്കമാണ്. അപ്പോൾ സ്കൂളിനകത്ത് വേറെ വിഷയങ്ങൾ അച്ചടക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ശരിക്കും അത് നമുക്ക് മനസ്സിലായത്. അപ്പോൾ സ്കൂളിൽ ഡിസിപ്ലിൻ കമ്മിറ്റി, PT എക്സിക്യൂട്ടീവ് കൂടി MLA നേതൃത്വത്തിൽ നാളെ എല്ലാ പേരൻസിൻ്റെയും മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാഫ് കമ്മിറ്റി കൂടി ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളെ ഒരു 7 ദിവസത്തേക്ക് സ്കൂളിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടി കേസ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ പേരൻസ് അടി കിട്ടിയ കുട്ടിയുടെ പേരൻസ് സ്കൂളിൽ ബന്ധപ്പെട്ടിരുന്നോ? പരാതി ഇന്നലെ രാത്രി എന്നെ ഒരു 10:45 വിളിച്ചായിരുന്നു. ഇങ്ങനെ അടി കിട്ടിയെന്ന് പറഞ്ഞു. അവര് വിളിച്ചപ്പോഴാണ് അടി കിട്ടിയെന്ന് അറിയുന്നത്. പിറ്റേന്ന് രാവിലെ വീഡിയോ കണ്ടപ്പോഴാണ്, പിറ്റേന്ന് രാവിലെയാണ് വീഡിയോ കിട്ടിയപ്പോഴാണ് ഇത്രയും ഭയാനകമായിട്ട് ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുന്നൊരു ദൃശ്യമാണ്. കാര്യം കുട്ടി അത്രയ്ക്ക് ഒരു പ്രശ്നം അടിക്കുന്ന ഒരു കുട്ടിയെ ചെറിയൊരു കല്ലായിട്ടല്ല നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ ഈ കുട്ടികൾ, ഈ മർദ്ദിച്ച കുട്ടികള് സ്കൂളിൽ പ്രശ്നക്കാരാണോ? സ്ഥിരം പ്രശ്നക്കാരാണോ? അവര് ഇന്നേ വരെ ഒരു പ്രശ്നത്തിലും ഉൾപ്പെട്ടിട്ടുള്ള കുട്ടിയല്ല. പഠിക്കുന്ന കുട്ടിയാണ്, സയൻസ് ബാച്ച് പഠിക്കുന്ന കുട്ടിയാണ്. ഇവര് ഗ്യാങ് ആയിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു ഗ്യാങ് അല്ല, ഇതില് 2 കുട്ടികൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. നേരത്തെ ഇതിപ്പോ ഈ +1 കുട്ടിയാണല്ലോ. പുതിയ ജൂൺ 6 ക്ലാസ് തുടങ്ങി. ഇവര് തമ്മിൽ അങ്ങനെ ഒരു മുൻപരിചയത്തിലൊന്നും ഉള്ള സാധ്യതയില്ല. മറ്റു കുട്ടികളോട് അന്വേഷിച്ചപ്പോ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ ഗ്രൂപ്പിന് തന്നെ ഇൻസ്റ്റാ ഗ്രൂപ്പ് +1 ഒരു ഇൻസ്റ്റാ ഗ്രൂപ്പ് ഉണ്ടാക്കി അത് ഡിലീറ്റ് ചെയ്യണമെന്ന് +2 ആവശ്യപ്പെട്ടു. അതിനെ ചൊല്ലി ഉണ്ടായ തർക്കം ആണെന്നാണ് ബാക്കി കുട്ടികൾ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സ്കൂളുകളിലൊക്കെ കർശനമായിട്ടൊരു നടപടി ഉണ്ടാവേണ്ടതല്ലേ? എന്താണ് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് ഈ കുട്ടികൾക്ക്? സ്കൂളിന്റെ ഭാഗത്തു നിന്ന് രക്ഷകർത്താക്കളെ വിളിച്ച് അന്ന് തന്നെ അറിഞ്ഞതിൻ്റെ അന്ന് രാവിലെ തന്നെ മർദ്ദിച്ച കുട്ടിയുടെ അതിന്റെ കൂട്ടത്തിൽ നിന്ന് 2 കുട്ടികളുടെയും പേരൻസിനെ അന്ന് രാവിലെ തന്നെ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം വീഡിയോ ഒക്കെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി, മറ്റ് ജനപ്രതിനിധികളൊക്കെ സ്കൂളിലെത്തി. അപ്പോൾ ഒരു 11:30 ഇവര് എല്ലാവരും, ഞാനും ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് പോയി. കുട്ടിയെ മർദ്ദിച്ച കുട്ടിയുടെ പാരന്റ്സ് അവരാണ് ആദ്യം എത്തിയത്. അമ്മ മാത്രമാണ് വന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറാണ് കുട്ടി. എന്നാലും ഇതുവരെ വേറെ പ്രശ്നങ്ങളിലൊന്നും ഇല്ല. പിന്നെ +1 കുട്ടിയെ നമുക്ക് മുൻപരിചയമില്ല. ഒരാഴ്ച 5 ദിവസമേ ആയുള്ള ഒരു സ്കൂളിൽ. അപ്പോൾ അത്തരം ഈ റാഗിംഗ് എന്ന പേരിൽ കുട്ടികളെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ നമ്മൾ കർശനമായിട്ട് തന്നെ കുട്ടികളെ അത് വാൺ ചെയ്ത് തന്നെ പോവേണ്ടതല്ലേ?
കുട്ടികളിപ്പോൾ +1 കുട്ടികൾ വരുന്ന സമയത്ത് +2 ക്ലാസ്സുകളിലെല്ലാം നമ്മൾ അധ്യാപകരെല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതാണ്. റാഗിങ് കേസൊക്കെ ആയാൽ ഞങ്ങൾ അധ്യാപകരുടെ കയ്യിൽ നിൽക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ +1 കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പോരാഞ്ഞ് എല്ലാ ബ്രേക്ക് ടൈമിലും ഇപ്പോൾ നിങ്ങൾക്കൊരു ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് കാരണം എല്ലാ ബ്രേക്ക് ടൈമിലും ഞങ്ങൾ ഡിസിപ്ലിൻ ഡ്യൂട്ടി അധ്യാപകർക്ക് ഇടുന്നുണ്ട്. അധ്യാപകർ പ്രിൻസിപ്പൽ ഉൾപ്പെടെ എല്ലാവരും ഫീൽഡിൽ തന്നെ ഉണ്ട്. ബെല്ലടിച്ച് അധ്യാപകർ ക്ലാസ്സിൽ പോയതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും തിരിച്ച് സീറ്റിലേക്ക് വരുന്നത്. എന്ന രീതിയിലാണ് സ്കൂളിനകത്ത് ഡിസിപ്ലിൻ നോക്കുന്നത്. ഇതിനകത്ത് നടക്കാതെ വന്നപ്പോൾ ഒരു പുറത്തൊരു സ്ഥലം കണ്ടെത്തിയതാവും. അല്ല, ഇപ്പൊ ഈ സ്കൂൾ കുട്ടികൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ഈ ഡ്രഗ് മറ്റ് സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒത്തിരി ഉള്ളതായിട്ടുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ ഇടപെട്ട് തന്നെ ഓപ്പറേഷൻ തൂഫാനൊക്കെയുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ കുട്ടികളെ തന്നെ കുറച്ചും കൂടി കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അത്തരത്തിൽ കൊടുക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന്? നന്നായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു മുതിർന്ന കുട്ടികളല്ലേ നമ്മൾ, അപ്പൊ അവർക്ക് സ്വയം തോന്നേണ്ടതാണല്ലോ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ചെന്ന് പെട്ടാൽ അവരുടെ ഭാവി വിദേശത്ത് പോകാനോ ഉള്ള എല്ലാം തടസ്സപ്പെടും. ഇവർക്ക് അറിയാവുന്നതും നിത്യവും പറഞ്ഞു കൊടുക്കുന്നതും ആണ്. നടപടി കൃത്യമായിട്ട് തന്നെ ഉണ്ടാവും. ഉണ്ടാവും.